നമസ്കാരം. സമ്പത്തിന്റെ അധിപയാണ് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി. മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട ഒരു ചക്രമാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ കൈവശം എപ്പോൾ പണം വരും, അല്ലെങ്കിൽ ധനപരമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ ആ കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ അറിയാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. മഹാലക്ഷ്മി ദേവിയെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നിരിക്കുന്ന നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഇത് നിങ്ങളുടെ ഭാവിയിലേക്ക് വന്ന് ചേരാൻ പോകുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ തന്നെയാകുന്നു. ഏവരും ഒരു നിമിഷം അമ്മയെ വന്ദിച്ചുകൊണ്ട് ഒരു നമ്പർ തിരഞ്ഞെടുക്കൂ. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. ആദ്യത്തെ നമ്പറായ 1 നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പുതിയ ഒരു തുടക്കം, പുതിയൊരു മാറ്റം നിങ്ങൾക്ക് അനിവാര്യമായ ഒരു സാഹചര്യമാണ് എന്ന് കാണുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിലൂടെ ഒരു സ്റ്റഡിയായുള്ള ഒരു ഇൻകം നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങൾ അതിനായി പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കായുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയം കാണും എന്ന സൂചന തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. കൂടുതലും നിങ്ങൾ ഈ സമയം ചിന്തിക്കുന്നത് ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ചില വിഷമതകൾ മനസ്സിലുണ്ട്. അതിനാൽ പല കാര്യങ്ങളിലും മനസ്സ് പലപ്പോഴും നിങ്ങൾ പിടിക്കുന്നിടത്ത് നിൽക്കുന്നില്ല എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ചിന്തകളെ അതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. പോസിറ്റീവായി മാത്രം ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിങ്ങൾ ഈ സമയം കൂടുതലായും അഫർമേഷൻസ് കൂടുതൽ ചെയ്യുന്നത് ഉത്തമമാണ്. എന്താരംഭിച്ചാലും അതിനു പിന്നിൽ നിങ്ങളുടെ പ്രയത്നം അനിവാര്യമാണ് എന്ന കാര്യവും ഈ സമയം നിങ്ങൾ ഓർക്കുക. നിങ്ങൾ പണവുമായി ബന്ധപ്പെട്ട് ഇനി വിഷമിക്കേണ്ടതായിട്ടില്ല എന്നും, നിങ്ങൾക്ക് പണം നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള വഴികൾ തുറക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന സന്ദേശം തന്നെയാണ് അമ്മ മഹാമായ സാക്ഷാൽ മഹാലക്ഷ്മി ദേവി ഈ അധ്യായത്തിലൂടെ നിങ്ങളിലേക്ക് നൽകുന്നത്. അതിനാൽ ഈ സന്ദേശങ്ങൾ നിങ്ങൾ, അല്ലെങ്കിൽ ഈ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. വിശ്വാസം നിങ്ങൾക്ക് അനിവാര്യമായ ഒരു ഘട്ടം. നിങ്ങൾക്ക് പിന്നിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി കൂടെയുണ്ട്. അതിന് അല്പം കാലതാമസം വരും എങ്കിൽ പോലും ശരിയായ സമയത്ത് ശരിയായ സന്ദർഭത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ പണവുമായി ബന്ധപ്പെട്ട സൗഭാഗ്യങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാം എന്ന് കാണുന്നു. വരവ് ചിലവുകളിൽ ഒരു വ്യക്തത അനിവാര്യമാണ് എന്നതും വാസ്തവമാണ്. ഈ സമയം ചില കാര്യങ്ങളിൽ ചിലവ് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ തൊഴിലിലും ഒരു ബാലൻസ് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. ഈ സമയം ചില കാര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. അത്തരം ചെലവുകളെ കുറിച്ച് കൂടുതൽ ശ്രദ്ധ പുലർത്തണം. ഏറെ സമ്മർദ്ദങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നതായ സാഹചര്യമുണ്ട്. ഇതിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് വരണം എന്ന് അതിയായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല എന്നതും വാസ്തവമാണ്. എന്നാൽ അല്പം കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടതായി വരും എന്നാണ് സൂചന. ആവശ്യമായ വിശ്രമം നിങ്ങൾ എടുക്കണം. കൂട്ടുകച്ചവടത്തിൽ നിന്നും ലാഭം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ശ്രദ്ധയോടെ തന്നെ ഈ സമയം പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടത് അനിവാര്യമാണ്. ചില കാര്യങ്ങളിൽ എടുത്തുചാട്ടം നിങ്ങൾക്ക് വിനയായി മാറുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ പോലും നഷ്ടപ്പെടുന്നതിന് അത് കാരണമായി തീരും. ശ്രദ്ധയോടെ തന്നെ നീങ്ങണം.
മൂന്നാമത്തെ നമ്പറാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ മനസ്സ് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ കേൾക്കേണ്ടത് അനിവാര്യമാണ്. സർഗാത്മകമായ കഴിവുകൾ, ക്രിയേറ്റീവായ കഴിവിനാൽ നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. സാധാരണ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായ വഴിയിൽ നിന്നും അല്പം മാറി ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ മാത്രമേ പണം കൈകളിലേക്ക് വന്നു ചേരൂ, ധനപരമായ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരൂ എന്നതാണ് വാസ്തവം. നിങ്ങൾ നിരന്തരം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉറക്കത്തിലാണ് എങ്കിലും ചിന്തിക്കുന്നതായ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. ഊണിലാണ് എങ്കിലും അത്തരമൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം. അല്ലാതെ ആ കാര്യം നടക്കില്ല, എനിക്ക് ഫലം ലഭിക്കില്ല എന്നൊരിക്കലും ചിന്തിക്കരുത്. ആ കാര്യം നടക്കും. ആ കാര്യത്തിലൂടെ പണം അല്ലെങ്കിൽ ജോലി ലഭിക്കും, അല്ലെങ്കിൽ വിവാഹം നടക്കും. ഇത്തരത്തിൽ നിങ്ങൾ പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുക. പോസിറ്റീവായി മാത്രമേ ചിന്തിക്കാൻ പാടൂ. ഈ സമയം നിങ്ങൾക്ക് അനിവാര്യമായത് അതാകുന്നത്. കൂടാതെ തൊഴിൽപരമായും പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. അതും ഉയർച്ചയ്ക്കുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിക്കാതെ വരാൻ പോകുന്ന ആ പണത്തെക്കുറിച്ച്, നല്ല സമയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. വരവിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ചെലവിന് നിങ്ങൾ നൽകുന്നു, അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ അറിയാതെയാണ് എങ്കിലും സംഭവിച്ചു പോരുന്നു. അത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും. നാലാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. വ്യക്തമായ ഒരു പ്ലാൻ എല്ലാ കാര്യത്തിലും അനിവാര്യം തന്നെയാണ്. പ്ലാൻ ഉണ്ട് എങ്കിലേ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കൂ എന്നതാണ് വാസ്തവം. ക്ഷമയില്ലായ്മ നിങ്ങളെ തകർക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടുത്തും എന്നതാണ്. ക്ഷമിക്കുവാനും അല്പം സമയം നൽകാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഏത് കാര്യത്തിലും നിങ്ങൾ വിചാരിക്കുമ്പോഴേക്കും കാര്യങ്ങൾ നടക്കണം എന്ന ചിന്ത ഉണ്ട് എങ്കിൽ അത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ പിന്നീടായിരിക്കും നിങ്ങൾക്ക് ബോധ്യം വരിക, ആ സമയം ആ കാര്യം നടക്കാഞ്ഞത് നന്നായി എന്ന്, അല്ലെങ്കിൽ ഈ സൗഭാഗ്യം എനിക്ക് ലഭിക്കില്ലായിരുന്നല്ലോ എന്ന് പോലും ചിന്തിക്കാം. അതിനാൽ തീർച്ചയായും ക്ഷമ അനിവാര്യം തന്നെയാണ്. നിരന്തരമായ പ്രയത്നം അനിവാര്യമാണ്. കൺസിസ്റ്റൻസി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയമന്ത്രമായി തന്നെ മാറും. പണം ചെലവാക്കുന്നതിൽ ഉത്തരവാദിത്ത ബോധം നിങ്ങൾക്ക് വേണ്ടതാണ്, അനിവാര്യമാണ്. ബുദ്ധിപരമായി തീരുമാനങ്ങൾ കൈക്കൊള്ളണം. ഭാഗ്യത്തെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കാൻ നിങ്ങൾ ആരംഭിക്കേണ്ടത് അനിവാര്യമാണ്. ഞാൻ ഭാഗ്യമുള്ള വ്യക്തി എന്ന് ചിന്തിക്കാൻ എന്ന് ആരംഭിക്കുന്നുവോ അന്നു മുതൽ ജീവിതത്തിൽ മാറ്റങ്ങൾ പ്രപഞ്ചം നൽകി തുടങ്ങും. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ അത് പ്രാക്ടിക്കലാണ് എങ്കിൽ മാത്രം നിങ്ങൾ സ്വീകരിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. അഞ്ചാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. മാറ്റങ്ങൾ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുമായി പൊരുത്തപ്പെടുവാൻ നിങ്ങൾ തയ്യാറാകേണ്ടത് അനിവാര്യമാണ്. സാധാരണ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ, പ്രവർത്തിക്കുന്ന രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ എത്ര തന്നെ പരിശ്രമിച്ചാലും അത് നടക്കുന്നതല്ല. പുതിയ അവസരങ്ങൾ വരുന്നു, എന്നാൽ എടുത്തുചാട്ടം പാടുള്ളതല്ല. ഭാവിയെക്കുറിച്ച് ചിന്ത മാത്രം നിങ്ങൾ ചെയ്യുക. അതായത് ശുഭകരമായി തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. പണം നിങ്ങളുടെ കൈകളിൽ വരികയും എന്നാൽ അതേപോലെ പോകുന്നതായ അവസ്ഥ ഈ നിമിഷം വരെയുമുണ്ട്. അതിനാൽ ബുദ്ധിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ സ്വരുക്കൂട്ടിയതായ പല കാര്യങ്ങളും നഷ്ടപ്പെടാം. സ്വന്തം കഴിവിനാലും ബുദ്ധിയാലും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാനും പല കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ ചിന്തിച്ച് ചില കാര്യങ്ങൾ ഒഴിവാക്കുവാനും പ്രാപ്തിയുള്ളവർ തന്നെയാണ് നിങ്ങൾ.
അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം തന്നെ കൺമുൻപിലുമുണ്ട്. തീർച്ചയായും ഒരു പരിഹാരം കണ്ടെത്തി വലിയ ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. ഈ സമയം അമ്മ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ ആ പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം. കാരണം നിങ്ങളുടെ സമയം അമ്മയുടെ അനുഗ്രഹത്താൽ അനുകൂലമായി മാറുകയാണ്. അതിൻ്റെ മുന്നോടിയാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാനും ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നത്.